സോ എല്ലാവരും പാർട്ട് 1 വീഡിയോ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് പാർട്ട് 2 വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് കാണാം. ഹായ്, ഗുഡ് മോർണിംഗ്. ടുഡേ വി ഹാവ് ടു ബുദ്ധ ടെമ്പിൾ. സോ അടിപൊളിയാണ്. എനിക്ക് തോന്നുന്നു 800 മീറ്ററോളം വലുപ്പമുള്ള ബുദ്ധ ഇതാണ്. നല്ല അടിപൊളി പ്ലേസ് ആണ്, കാണാനും ഒക്കെ സെറ്റാണ് അല്ലേ. സോ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അവിടെ ഉള്ളത്, എങ്ങനെയൊക്കെയാണെന്നുള്ളത്. സോ അരണ്യന്റെ വ്ളോഗിലേക്ക് ഞാൻ ആദ്യമായിട്ട് വരുന്നത്. പാവാണ്, പാവമാശാണ്, അതെങ്ങനെയാണല്ലോ പറയണ്ടേ. സോ ഇത് JD സാറാണ്, പാവാണ്. ഞങ്ങള് നോക്കാം എന്താ പ്രത്യേക സാറ്. സോ നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. ഓക്കെ, one of the greatest temples in Thailand. So ഇപ്പോൾ ഇവിടുത്തെ ടെമ്പിളിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ബുദ്ധ ടെമ്പിളിൽ നമുക്ക് എല്ലാ ബുദ്ധ മൊണാസ്ട്രിയുടെ കാര്യങ്ങളും ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ബുദ്ധൻ്റെ ഒരു ജീവിതചര്യകൾ, അതേപോലെ തന്നെ അവരുടെ ഒരു കൾച്ചർ എല്ലാം നമുക്ക് ഇവിടെ വരുന്ന സമയത്ത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. സോ തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ ഇങ്ങനെ എഴുതുന്നത്. നമുക്ക് എല്ലാവർക്കും ഡൊണേഷൻ ബോക്സിൽ കാണാം. ഈ ഒരു സിംബൽ നമ്മൾ പല സ്ഥലത്തായിട്ട് കണ്ടിട്ടുണ്ടാവും. ബുദ്ധ കൾച്ചറിലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് ഇംഗ്ലീഷ് ഇല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ കാര്യങ്ങളൊന്നും മനസ്സിലാവും. അഥവാ ഇതിന്റെ പച്ച നിറത്തിലായിരിക്കും ഉണ്ടാവുക. പിന്നെ പ്രത്യേകിച്ച് ഇതിന്റെ പച്ചക്കൽപ്പിന് വേണ്ടിട്ട് മാത്രം വേണ്ടിട്ട് മാറ്റിയതാണ്. എന്തോ കാര്യമായിട്ട് പറയുന്നുണ്ട്. ഇത് കണ്ടോ, അവരുടെ കറൻസിയാണ് നമ്മൾ കാണുന്നത്. കറൻസി തായ് ബാത്തുകളാണ്, അതാണ് അവർ അലങ്കരിക്കാൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് ദിസ് ഇസ് ഇയർ ഓഫ് ദ ഗോഡ്. അപ്പോൾ കുറേ തരത്തിലുള്ള ജീവികളെ നമ്മളിവിടെ കാണുന്നുണ്ട്. ഇത് അവരുടെ കൾച്ചറിന്റെ ഒരു ഭാഗമാണ്. ഇതുവരെ ശരിക്കും നേർച്ചയാക്കുന്നല്ലേ നമ്മളെ മൊയലിന്റെ നാളിൽ ജനിച്ച ആൾക്കാർ ഇത് എടുത്തിട്ട് നമുക്ക് അതിന്റെ പരിസരത്തിന് വെക്കാം. അതുപോലെ തന്നെ പുലിന്റെ നാള് നമ്മുടെ നാട്ടില് അല്ലാത്ത കുറെ നാളുകളുണ്ടല്ലോ, അതേപോലെ ഓരോന്നും. ഇവിടുത്തെ ടെമ്പിളിന്റെ ഒരു നമ്മുടെ ജസ്റ്റ് നമ്മുടെ വർഷം ഏതാണെന്ന് കണക്കാക്കി നമുക്കത് സെറ്റ് ആക്കാൻ പറ്റും. ജസ്റ്റ് 1996 നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളാണെങ്കിൽ 25, 39 ആക്ച്വലി റാറ്റാണ് എൻ്റെ. ഞാനൊരു എലിയാണെന്നാല് എലിയുടെ വർഷത്തിലാണ് നമ്മൾ ജനിച്ചത്. 98 ആണ്. മാർക്ക് 98 എന്ന് പറയുമ്പോൾ അത് കുറവാണ്, ടൈഗറാണ്. ഞാൻ 2002. So this is the view. ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം. സാധാരണ ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലം പോലെ അല്ല ഇവിടെ ഉള്ളത്. ഭയങ്കര പീസ്ഫുൾ ആണ്. ബാബു സർ, how was that place? Buddha temple is very good, sir. Set ആണ്. A good atmosphere here. ബുദ്ധ ടെമ്പിളിന് ശേഷം അടുത്തതായിട്ട് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത് തായ്ലാൻഡിലെ ഫേമസ് ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്കാണ്. അപ്പോൾ എന്താണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്നുള്ളത് നമുക്ക് നോക്കിയാലോ. ഈ കാണുന്നതാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ്, അതായത് ഒഴുകുന്ന മാർക്കറ്റ് എന്നാണല്ലേ മീനിങ്. ഈ മാർക്കറ്റിന്റെ പരിസര പ്രദേശത്തുള്ള കാഴ്ചകളാണ് കേട്ടോ ഇത്. ഇവിടെ നിന്ന് നമ്മളൊരു തോണിയിൽ കയറിയിട്ട് വേണം അപ്പുറത്തെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ എത്താൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, ബാക്കി അങ്ങോട്ട് നടന്നു വരും. ഇതാണ് ഇതിന്റെ ഒരു പരിപാടി. വ്ളോഗാണ്. സോ എങ്ങനെയുണ്ട്, എക്സൈറ്റഡ് ആണോ? അപ്പൊ ടാറ്റയൊക്കെ തന്നെ അവര് പോകുന്നുണ്ട്. ഇനി നമുക്ക് എപ്പോഴാണ് കയറേണ്ടത് നോക്കാം. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ആണ്. അപ്പോൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ആദ്യത്തത് ഒരു 10 മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ബോട്ടിൽ പോകും. 6 പേരുള്ള ബോട്ടാണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൂടെ നടന്നു വരും. അങ്ങനെയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കഴിഞ്ഞ ദിവസം നല്ല മഴ പെയ്തതുകൊണ്ട് തന്നെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഏകദേശം ചളിവെള്ളത്തിലായ ഒരു അവസ്ഥയിലായിരുന്നു. ഈ ചളിവെള്ളത്തിലൂടെ തുഴഞ്ഞാണ് കേട്ടോ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സാധാരണ കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആവാറുണ്ടെന്ന് എല്ലാവരും പറഞ്ഞു. ഇപ്പോൾ കലക്ക് വെള്ളമായതുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ ഇങ്ങനെ കാണുന്നത്. എന്തായാലും കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോഴത്തേക്കും നല്ല നല്ല കാഴ്ചകൾ ഞങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. ഇത് നോക്കിക്കേ, അവിടുത്തെ ആളുകൾ അതുപോലെ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലൂടെ പോകുന്ന ഘോഷയാത്രയായിട്ട് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. ഏകദേശം നല്ല രസമുണ്ടായിരുന്നു ആ കാഴ്ച കാണാൻ. അപ്പോൾ അതൊക്കെ കണ്ട് ഞാനിങ്ങനെ. സോ തായ്ലൻഡിന്റെ കൾച്ചറൽ ആനിമൽ ഏതാണെന്ന് അറിയാം നിങ്ങൾക്ക്? ദിസ് ഇസ് എലിഫന്റ്. എലിഫന്റ് ആണ് ഇവിടുത്തെ കൾച്ചറൽ ആനിമൽ. എവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എലിഫന്റിന്റെ കുറേ സാധനങ്ങൾ കാണാം. ഇപ്പം എൻ്റെ തൊട്ട് പുറകിൽ നോക്കിക്കേ, അതും എന്താണ്, എലിഫന്റ് ആണ്. സോ ഇവിടെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ കുറേ എലിഫന്റിനെ കാണാം. സ്റ്റാച്യൂസ് ഉണ്ട്, ഒക്കെ നമുക്കിവിടെ കാണാം. തായ്ലൻഡിലെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് പറയുന്നത്.
ക്രാഫ്റ്റ് ഐറ്റംസ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ നമുക്ക് കഴിക്കേണ്ട ഫുഡ് ഐറ്റംസ് ആയിക്കോട്ടെ, ഡ്രസ് ഐറ്റംസ് ആയിക്കോട്ടെ, എല്ലാം ഇവിടെയുണ്ട്. ഇനി ഞാൻ ഈ തായ്ലൻഡിലെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ ചെയ്യാൻ വേണ്ടി പോകുന്ന ആക്ടിവിറ്റി എന്ന് പറയുന്നത് അവരുടെ തായ് കോസ്റ്റ്യൂം ഇട്ടിട്ടുള്ള ഒരു ഫോട്ടോഷൂട്ടാണ്. ഇത് ഞാൻ യാദൃശ്ചികമായിട്ട് ഇവിടുന്ന് കണ്ടതാണ് കേട്ടോ. 300 തായ്ബാത്തിനാണ് ഞാൻ ഇത് ചെയ്തത്. അതിൻ്റെ കുറച്ച് ഫോട്ടോസ് ഞാനിവിടെ കൊടുത്തേക്കാം. പിന്നെ ഇവിടെ നിന്ന് ഞാൻ ചെയ്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്രേസി ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ക്രൊക്കോഡൈൽ മീറ്റ് ട്രൈ ചെയ്തതാണ്. ക്രൊക്കോഡൈൽ മീറ്റ് എനിക്ക് കുറച്ചുകൂടെ ഹാർഡായിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയിട്ടാണ് ഫീൽ ചെയ്തത്. ഇതെന്തോ കുഴപ്പമില്ല. പിന്നെ കുറേ ഷോപ്പിംഗ് ഐറ്റംസ് ഒക്കെ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്, അതും വ്യത്യസ്ത തരത്തിലുള്ളത്. അതൊക്കെ നോക്കി ഞങ്ങൾ നേരെ തിരിച്ച് റൂമിലേക്ക് പോവാണ്. നെക്സ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത് ഷോപ്പിംഗ് ആണ്. സോ നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടാണ്. ഇന്ദിര മാർക്കറ്റ്, അതേപോലെ തന്നെ എല്ലാവരുടെയും ഫേമസ് ആയിട്ടുള്ള പ്ലാറ്റിനം മാൾ, ഇവിടെ 2 സ്ഥലത്തേക്കുമാണ് നമ്മളിപ്പോൾ പോകാൻ വേണ്ടി പോകുന്നത്. വെരി എക്സൈറ്റഡ്, കാരണം നമ്മൾ കാണുന്ന അധിക ഷോപ്പിംഗ് ആയിട്ടുള്ള വെസ്റ്റേൺ വെയേഴ്സ് ഒക്കെ ബാങ്കോക്കിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളാണ്. സോ അങ്ങോട്ടേക്ക് പോകാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമുക്ക് നോക്കാം. സോ ഞങ്ങളിപ്പോൾ ഉള്ളത് ഇന്ദിര മാർക്കറ്റിലേക്ക് പോകുന്ന വഴികളിലാണ്. So this is so beautiful, so elegant, just looking like a bomb. ഇപ്പം നമ്മൾ ട്രാവലിംഗ് ഒക്കെ കുറേ സ്ഥലത്ത് ഇന്ദിര മാർക്കറ്റിൽ കൂടെയാണ് വന്നത്. അതിനുശേഷം നമ്മളിപ്പോൾ തായ്ലൻഡിലുള്ള ബാങ്കോക്കിലെ ഫേമസ് പ്ലാറ്റിനം മാളിലേക്ക് പോവാണ്. അതിൻ്റെ എൻട്രൻസിലാണുള്ളത്. നമുക്ക് നേരെ ഒരു വാക്ക് വേ പോലെ ഒരു സ്ഥലമുണ്ട്. സോ നേരെ നമ്മൾ വലിയ ഏറ്റവും മുകളിലത്തെ ഫ്ലോറിലേക്കാണ് തോന്നുന്നു പോകുന്നത്. സോ നമുക്ക് അങ്ങോട്ടേക്ക് പോയി നോക്കാം. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിറ്റിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് കാണുന്നതാണ് പ്ലാറ്റിനം മാൾ എന്ന് പറയുന്നത്. പ്ലാറ്റിനം മാളിലേക്ക് വന്നത് ഞങ്ങൾ ഇന്ദിര മാർക്കറ്റിന്റെ ഉള്ളിലൂടെയാണ്. സോ നമുക്ക് നേരെ അകത്തേക്ക് പോകാം. അങ്ങനെ നമ്മൾ പ്ലാറ്റിനം മാളിൻ്റെ ഉള്ളിലെത്തിയിട്ടുണ്ട്. എൻ്റെ അടിപൊളി മാൾ കേട്ടോ. ഫുൾ കുറേ സ്ഥലങ്ങളുണ്ട്. ഞാൻ ഏറ്റവും ടോപ്പിലാണ്. നമുക്ക് നോക്കാം. Now I am inside the mall. എൻ്റെ അമ്മ അടിപൊളി കിട്ടില്ല ഫാഷനിലുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. എന്തുകൊണ്ട് എല്ലാവരും ഇവിടെ വരണം എന്ന് പറയുന്നതിൻ്റെ കാരണം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കുറേ കളക്ഷൻ, ബട്ട് അഫോർഡബിൾ ആണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് കുറച്ച് ഡൗട്ടുണ്ട്. കാരണം നമ്മളിത് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നാട്ടിലുള്ള ഒരു പ്രൈസ് തന്നെ വരുന്നുണ്ട്. ബട്ട് ഇത് കാണാൻ ഗേൾസിൻ്റെ ഒരു ഭയങ്കര ഫേവറേറ്റ് സ്പേസ് ഒക്കെ ആയിരിക്കും എന്തായാലും. സോ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോവാണ്. ബട്ട് ഐ ഫൗണ്ട് ഈസ് പ്ലാറ്റിനം മാൾ കുറച്ചുകൂടെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. നമുക്ക് എപ്പോഴും നല്ലത് ഇന്ദിര മാർക്കറ്റ് പോകുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ. കാരണം എനിക്ക് ഈ മാളിലെത്തുന്ന സമയത്ത് എല്ലാത്തിനും കുറച്ച് അധികം പ്രൈസ് കിട്ടും കമ്പയർഡ് ടു ഇന്ദിരാനഗർ. എന്നാലും കുറേയൊക്കെ പ്രൈസ് കുറഞ്ഞ സ്ഥലങ്ങളും ഉണ്ട് കേട്ടോ. അതാണ് എനിക്ക് തോന്നിയൊരു കാര്യം. ഇപ്പം ഞാൻ കറക്റ്റ് ബാങ്കോക്ക് സിറ്റിയിലാണുള്ളത്. ലെറ്റ്സ് സീ ദ വ്യൂ. ദിസ് ഈസ് ജനകീയമായിട്ടുള്ള വാഹനം ഓട്ടോറിക്ഷയിലാണ്. സോറി, ടുക്ടുക്കിലാണ്. നമ്മുടെ ഓട്ടോറിക്ഷ പോലെയുള്ള ഒരു വാഹനമാണ് ഇവിടുത്തെ ടുക്ടുക്ക്. അപ്പോൾ ഞാൻ പോകുന്ന സ്ഥലത്തേക്ക് 1.5 കിലോമീറ്റർ ആണുള്ളത്. ബട്ട് ഇവരെൻ്റെ അടുത്ത് 100 ബാത്താണ് പറഞ്ഞത്. 150 എന്ന് പറഞ്ഞത്. പിന്നെ ഞാൻ കുറച്ചു 100 ബാത്തിലേക്ക് എത്തി. ബട്ട് കുറച്ച് കൊള്ളാട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ഒരു സംഭവം. രസമാണ്. നമ്മളെല്ലാം ഒരു എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടുക്ടുക്കിലുള്ള ഈ ഒരു യാത്ര നൈസ് തന്നെയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്കൊരു ഡൗട്ടായിരുന്നു, പക്ഷെ 1 ടൈം നമുക്കൊന്ന് പോയി നോക്കാൻ പറ്റുന്നതാണ്. ഞാൻ ഇതിന്റെ വലുതിലെ കുറെ ആളുകൾ ഒരുമിച്ച് കയറിയിട്ടുണ്ടായിരുന്നു. ബട്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ടാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. ബാങ്കോക്ക് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോവാണ്. എന്താ ഫീൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഫീൽ സോ ഹാപ്പി. ആദ്യമായിട്ടുള്ള എൻ്റെ ഒരു ഇന്റർനാഷണൽ ട്രിപ്പാണിത്. സോ ഐ ഫീൽ വെരി ഹാപ്പി. ബാങ്കോക്കിലെ ഈ ട്രാഫിക് ഭയങ്കര പ്രസിദ്ധാട്ടോ. ഒരുപാട് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് പലരും പല സ്ഥലത്തേക്ക് എത്തുന്നതെന്ന് പറഞ്ഞു. നമ്മുടെ ബാംഗ്ലൂരൊന്നും ഒന്നുമല്ല എന്നാണ് പലരും പറയുന്നത്. എന്നായാലും ഞാൻ നേരെ ഇപ്പോൾ പോകാൻ വേണ്ടി പോകുന്നത് റൂമിലാണ്. ഇന്നത്തെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞു കേട്ടോ. ഇനി നല്ലൊരു റെസ്റ്റ് ആവശ്യമാണ്. കാരണം നാളെ നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത് സഫാരി വേൾഡ് ബാങ്കോക്കിലേക്കാണ്. ഒരുപാട് നടന്ന് കാണാനൊക്കെ ഉള്ളതാണ്. സോ ഇന്നത്തേക്ക് തൽക്കാലം വൈൻഡപ്പ് ചെയ്യാം. നാളെ കാണാം കേട്ടോ. സ്ഥലമാണ്. ഒരു 3:30 ആകുമ്പോഴാണ് നമ്മൾ
തിരിച്ചറിഞ്ഞത് 10:30 ആയിട്ടുള്ളൂ. സോ അത്രയും വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് എക്സ്പ്ലോർ ചെയ്യുന്നത്. പല തരത്തിലുള്ള മൃഗങ്ങളെ ഇങ്ങനെ തുറന്നു വിട്ട പോലെ, അതായത് വലിയ സെക്യൂരിറ്റി ഒന്നും ഇല്ലാതെ ഇങ്ങനെ വെച്ച പോലെയാണ് ഈ ഒരു സഫാരി വേൾഡ്. എനിക്കിപ്പോ ഫസ്റ്റ് ഇംപ്രഷൻ തോന്നുന്നത്. ഇനിയിപ്പോ എന്തൊക്കെയാ കാണാന്നുള്ളത് നമുക്ക് തന്നെ കണ്ടറിയാം. കുട്ടികളും മുതിർന്നവരും ഒക്കെ ഒരുപോലെ എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ ഈ ഒരു ഷോ കാണാൻ വേണ്ടിയിട്ട്. പല കുട്ടികളും ആനയെ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കണം ഇത്ര അടുത്ത് കാണുന്നത്. അവർക്ക് അത്രയും എക്സൈറ്റഡ് ആയിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നെക്സ്റ്റ് പോകാൻ വേണ്ടി പോകുന്നത് ഒരു കിഡിലൻ ഐറ്റത്തിലാണ്. ഇതെന്താണെന്നറിയാമോ? ഇതെന്നറിയോ, നമ്മുടെ ബോളിവുഡ് സിനിമയിലൊക്കെ സ്റ്റൺ സീക്വൻസ് ഷൂട്ട് ചെയ്യുന്ന കാണാറില്ലേ? ആക്ച്വലി അതിനുള്ള ഒരു ലൈവ് ടെലികാസ്റ്റിംഗ് ആണ് ഇപ്പം നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. വെള്ളത്തിൽ ചാട്ടത്തിന് ശേഷം അടുത്തതായിട്ട് വന്നത് ഈ ടാർസനെ പോലെയുള്ളവനായിരുന്നു. ഇവനാണെങ്കിൽ ഇങ്ങനെ തൂങ്ങി തൂങ്ങി വരുന്നു. അവൻ തൂങ്ങി തൂങ്ങി വരുന്നതിനനുസരിച്ച് പല സ്ഥലത്തു നിന്നും വെടിവെപ്പും സ്ഫോടനവും ഒക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് കുറച്ചൊന്ന് വിശ്രമിച്ചിരിക്കുമ്പോഴാണ് വേറെയും പല തരത്തിലുള്ള സൗണ്ടുകളുടെ വരവ്. നമ്മുടെ ഈ ജെയിംസ് ബോണ്ട് പടങ്ങളൊക്കെ നേരിട്ട് കണ്ടാലുണ്ടാവുന്ന ഒരു അവസ്ഥയില്ലേ, അതുപോലെയായിരുന്നു കേട്ടോ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ. ഇതിലെ ആക്ടേഴ്സൊക്കെ ശരിക്കും അടിപൊളിയാണ്. അവർ അത്രയും റിസ്ക് എടുത്തിട്ടാണ് ഓരോ ഷോയും നടത്തുന്നത്. പിന്നെ ഒരു രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന്, ഇപ്പോൾ പോയ ജെറ്റ് സ്കി നിങ്ങൾ കണ്ടില്ലേ? ആ ജെറ്റ് സ്കി നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല കേട്ടോ, നമ്മുടെ മേലിൽ മുഴുവൻ വെള്ളമാക്കി കളയും. പിന്നെ ഞങ്ങൾ പോയിരിക്കുന്നത് ഈ ഒരു ബേബി ഷാർക്ക് ഷോ കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ബേബി ഷാർക്ക് ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാർക്കല്ല കേട്ടോ, ഡോൾഫിൻ ഷോ ആണ്. അത്യാവശ്യം രസമുള്ള ഒരു പരിപാടി തന്നെയായിരുന്നു. ഈ ഡോൾഫിൻസിനൊക്കെ ശരിക്കും എങ്ങനെയാണ് ഇത്ര ക്ലിയർ ആയിട്ട് ഓരോ കാര്യങ്ങളും പരിശീലിപ്പിക്കുന്നത് ആലോചിച്ചപ്പോൾ എനിക്ക് സത്യത്തിൽ ഭയങ്കര അത്ഭുതം തോന്നി. ആനയൊക്കെ നമുക്ക് ഓക്കെ, പക്ഷെ ഒരു ഡോൾഫിൻ എങ്ങനെയാണ് എന്നുള്ളത് ശരിക്കും എൻ്റെ മൈൻഡിൽ തീരെ അങ്ങോട്ട് രജിസ്റ്റർ ആവുന്നില്ല. ആ ഒരു കോൺഫ്ലിക്ട്സ് ഈ ഷോ കഴിയുന്നവരെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എന്തായാലും അതും ഭയങ്കര ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു സഫാരി അഡ്വഞ്ചറിൽ ആണ് സഫാരി വേൾഡിലാണ് ഏറ്റവും നല്ല ഈ ഒരു ഷോ ഉള്ളതെന്നാണ് എല്ലാവരും പറയുന്നത്. കണ്ടപ്പം എനിക്ക് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് സത്യമാണ് തന്നെ കേട്ടോ തോന്നിയത്. അപ്പോൾ സഫാരി ഷോ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പോകാൻ വേണ്ടി പോകുന്ന അടുത്തത് കൗബോയ് ഷോ കാണാനാണ്. ഇത് കൗബോയ് ഷോ കാണാൻ പറയുമോ? ഇതാണ് കൗബോയ് ഷോ. നമ്മൾ ഈ വിൻറ്റേജ് റെട്രോ ലുക്കുള്ള ഒരു സംഭവമില്ലേ, അത് തന്നെ. ഈ ഷോ പക്ഷേ കുറച്ചും കൂടെ കോമിക് ലെവലുള്ള ഒരു ഷോ ആണ് കേട്ടോ. നല്ല ചാർലി ചാപ്ലിൻ മൂവീസിലൊക്കെ കാണുന്ന ആ ഒരു വൈബില്ലേ, അതാണ് കിട്ടുക. അപ്പം കുറേ ആളുകളൊക്കെ വൻ ചിരിയായിരുന്നു, പക്ഷെ അത്രത്തോളം ചിരിയൊന്നും എനിക്ക് വന്നില്ല. എന്നാലും കുഴപ്പമില്ല, ഇത് കാണുമ്പോൾ ഒരു രസമൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ആക്ച്വലി കബോയ് ഷോയിൽ കുറേ ഹോഴ്സ് ആക്ടിവിറ്റീസ് ഉണ്ടാവും എന്ന് വിചാരിച്ചു, പക്ഷെ അത്രത്തോളം ഹോഴ്സ് ആക്ടിവിറ്റീസ് ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. ഇനിവേ കൊള്ളായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഞങ്ങൾ പോകാൻ വേണ്ടി പോകുന്നത് പുറത്തു കൂടിയുള്ള കുറച്ച് കാഴ്ചകൾ കാണാനാണ്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ മൃഗങ്ങളൊക്കെ പല സ്ഥലങ്ങളിലെ കണ്ടത്. ഇനി നമ്മൾ കൂട്ടിലും മൃഗങ്ങൾ പുറത്തും ഇങ്ങനെയുള്ള സഫാരി പാർക്കിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ചുറ്റുമൊക്കെ വിവിധ തരത്തിലുള്ള പല പക്ഷികളെയും നമ്മൾ കാണുന്നുണ്ട്. അപ്പം പക്ഷികളുടെ ഒരു കൂട്ടം തന്നെ അവിടെയുണ്ട്. അപ്പം അതൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങളിങ്ങനെ പോവുകയാണ്. പക്ഷികൾ മാത്രമല്ല കേട്ടോ, സീബ്രയെ കണ്ടു, സിംഹത്തിനെ കണ്ടു.
ഞാൻ ഇതുവരെ കാണാത്ത ഒരുപാട് ജീവികളെ ഞാൻ ഇവിടെ വെച്ച് ആദ്യമായിട്ട് കണ്ടു കേട്ടോ. പക്ഷികളെയും മൃഗങ്ങളെയും ഒക്കെ ആദ്യമായിട്ട് കാണുമ്പോൾ ചില കൗതുകങ്ങൾ ഉണ്ടാവാറില്ല, അത്തരത്തിലുള്ള ഒരു കൗതുകമായിരുന്നു കേട്ടോ. ഇവനെ കണ്ടപ്പോൾ ഇത് നമ്മുടെ കണ്ടാമൃഗമാണ്. കണ്ടാമൃഗം ഇന്ത്യയിലാകെ കാസിരംഗയിൽ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ തായ്ലൻഡ് വന്നിട്ട് ഞാൻ അവനൊന്ന് കണ്ടു. ഇനിയുള്ള യാത്ര പുതിയൊരു ഡെസ്റ്റിനേഷനിലേക്കൊന്നും അല്ല കേട്ടോ. ഇന്നത്തോടു കൂടി തായ്ലൻഡിലുള്ള ഞങ്ങളുടെ യാത്ര അവസാനിക്കുകയാണ്. എയർപോർട്ടിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു നിമിഷം എൻ്റെ മനസ്സിലെന്താണെന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ പറ്റുന്നില്ല കേട്ടോ. എൻ്റെ 25 വയസ്സിനിടയിലുള്ള ഏറ്റവും അടിപൊളിയായിട്ടുള്ള കുറച്ച് ദിവസങ്ങളാണ് ഇപ്പോൾ തായ്ലൻഡിൽ ഉണ്ടായത്. ഓർമ്മിച്ച് വെക്കാൻ ഒരുപാട് മുഹൂർത്തങ്ങൾ. ഇപ്പോൾ വിൻഡോ സീറ്റിലൂടെ ഞാൻ ഇങ്ങനെ തായ്ലൻഡിൽ ഒരിക്കൽ കൂടെ നോക്കുന്ന സമയത്ത് ഒരു ഫിലിമിൽ നിന്നുള്ള പോലെ പല മുഹൂർത്തങ്ങളും എൻ്റെ മുന്നിലേക്ക് ഇങ്ങനെ വരികയാണ്. ഞാൻ കണ്ട തായ്ലൻഡ് വളരെ ചെറുതാണ്. ഞാൻ ഒരുപാട് കാഴ്ചകൾ കാണാൻ ബാക്കിയുണ്ട്. ആ കാഴ്ചകളൊക്കെ കാണാൻ ഒരിക്കൽ കൂടി ഈ നഗരത്തിലേക്ക് വരണം. അത്രയും ഭംഗിയുള്ള ഒരു രാജ്യം, ആ രാജ്യത്തിലുള്ള ആളുകൾ വീണ്ടും കാണാമെന്ന വിശ്വാസത്തോടു കൂടി സാവാട്ടിക്കാ.